ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു ട്രാവൽ വ്ളോഗാണുള്ളത്. കുട്ടിക്കാനം മേലപ്പാറ റൂട്ടിലുള്ള ദ ഹെവൻലി മിസ്റ്റ് റിസോർട്ടിലേക്കായിരുന്നു നമ്മളുടെ ഇത്തവണത്തെ യാത്ര. അപ്പോൾ നിങ്ങളും പോരും, നമുക്ക് സ്ഥലങ്ങളൊക്കെ കണ്ട് പോയി വരാം. നവംബർ 26 രാവിലെ 5:30 നമ്മൾ യാത്ര പുറപ്പെട്ടത്. നമ്മൾ വീട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെത്തി. അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. ആലപ്പുഴ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം റൂട്ടിലാണ് നമ്മൾ യാത്ര ചെയ്തത്. അതിനിടയ്ക്ക് തറവാട് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ സൈഡിലെ വ്യൂ പോയിൻറ്റ്സിലൊക്കെ നിർത്തി കാഴ്ചകളൊക്കെ ആസ്വദിച്ചാണ് നമ്മൾ യാത്ര തുടർന്നത്. ഈ കാണുന്നതാണ് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ്. അങ്ങനെ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിൽ നിന്നും നമ്മൾ നേരെ അമ്മച്ചിക്കൊട്ടാരം കാണാനാണ് പോയത്. 19-ാം നൂറ്റാണ്ടിൽ ട്രാവൻകൂർ മഹാരാജാവായിരുന്ന മൂലം തിരുനാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കായിട്ട് പണി കഴിപ്പിച്ചതാണ് ഈ കൊട്ടാരം. അങ്ങനെ അമ്മച്ചി കൊട്ടാരത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റിലോട്ട് പോയി. മാനത്തോളം ഉയർന്നു നിൽക്കുന്ന പൈൻമരച്ചോട്ടിൽ കുറച്ച് നേരം വിശ്രമിച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പൈൻ ഫോറസ്റ്റിൽ നിന്ന് നമ്മൾ നേരെ തേയില റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത്. അവിടെ ചെന്ന് ചെറിയൊരു റിഫ്രഷ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ലഞ്ചിന് സമയമായപ്പോഴേക്കും കുട്ടിക്കാനം മരിയൻ കോളേജിന് സമീപത്തുള്ള റൈസ് ബൗൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ഉച്ചക്കത്തെ ഊണ് കഴിച്ചു.
ലഞ്ചിന് ശേഷം ഏകദേശം 2 കിലോമീറ്റർ സഞ്ചരിച്ച് ടൈഫോയിഡ് ടീ എസ്റ്റേറ്റിലെത്തി. അവിടെ നിന്നിട്ട് നമ്മൾ ഓഫ് റോഡൊക്കെ വഴിയാണ് നമ്മളുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ദ ഹെവൻലി മിസ്റ്റ് റിസോർട്ടിൽ എത്തിയത്. എസ്റ്റേറ്റിലോട്ട് കയറുന്നതും നമ്മൾ റിസോർട്ടിൽ എത്തുന്നതുമായിട്ടുള്ള കുറച്ച് പിക്സും വീഡിയോസും എൻ്റെ കയ്യിൽ മിസ്സിങ് ആണ്. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് നമുക്ക് അനുവദിച്ചിട്ടുള്ള വില്ലയാണ്. ആ റിസോർട്ടിൽ ഓരോ റൂമുകളായിട്ടല്ല ഉള്ളത്, ഓരോരോ വില്ലകളായിട്ടാണ് ഉള്ളത്. ഡബിൾ റൂമിൻ്റെയും സിംഗിൾ റൂമിൻ്റെയൊക്കെ വില്ലകളാണ്. നമ്മളുടെ ഡബിൾ ബെഡ്റൂമിൻ്റെ വില്ലയായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ വില്ല. അപ്പോൾ ഒന്ന് കണ്ടാലോ നമുക്ക് അതിൻ്റെ അകം. കയറി വരുന്നിടത്ത് ഒരു ഹാളുണ്ട്. ഹാള് കഴിഞ്ഞ് 2 സൈഡിലായിട്ടും ഓരോ ബെഡ്റൂം ഉണ്ട്, 2 അറ്റാച്ച്ഡ് ബാത്റൂമും. പിന്നെ ഒരു 3-4 എക്സ്ട്രാ ബെഡുകളും അവർ ആ റൂമിൽ വെച്ചിട്ടുണ്ട്. സീ ലെവലിൽ നിന്ന് ഏകദേശം 3800 അടി ഉയരത്തിലും 20 ഏക്കറിലുമായിട്ടാണ് ഈ റിസോർട്ട് ഉള്ളത്. നേച്ചറിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസ്റ്റിനേഷനാണ് ഈ റിസോർട്ട്. പ്രകൃതിയോട് ഒരുപാട് ഇഴുകിച്ചേർന്നിട്ടുള്ള ഒരു റിസോർട്ടാണിത്. ഈ റിസോർട്ടിലെ ഏറ്റവും വലിയ അട്രാക്ഷനായിരുന്നു ഇവിടെയുള്ള ഇൻഫിനിറ്റി പൂള്. ഈ കാണുന്നത് പോലെ അത്ര ഈസി അല്ലായിരുന്നു കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട്, അത്രയ്ക്ക് തണുപ്പായിരുന്നു. നമ്മളവിടെ ചെന്നപ്പോഴേ റിസപ്ഷനിൽ നിന്ന് നമ്മളോട് പറഞ്ഞാണ് എത്രയും നേരത്തെ നിങ്ങൾ പൂളിൽ ഇറങ്ങുന്നോ അത്രയും തണുപ്പ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെന്ന്. കാരണം കോടയില്ലെങ്കിൽ പോലും അത്രയും സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു പൂളിനുള്ളിൽ. അങ്ങനെ പൂളിലും ഇറങ്ങി നമ്മളൊരു ചായയും കുടിച്ച് സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ സൺസെറ്റ് കാണാനായിട്ട് വ്യൂ ടവറിലാണ് കയറിയത്. നല്ല തണുപ്പായിരുന്നു കേട്ടോ ഈ സമയത്തൊക്കെ അവിടെ. പക്ഷേ ഇതൊരു നല്ല അടിപൊളി എക്സ്പീരിയൻസും ആയിരുന്നു.
അങ്ങനെ നമ്മൾ കാഴ്ച കണ്ട് വ്യൂ ടവറിലെത്തിയപ്പോഴേക്കും ഏകദേശം സൺസെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാറ്റും തണുപ്പുമായിരുന്നു. എങ്കിലും നമ്മൾ ആ വ്യൂ ടവറിൽ കയറി അവിടുത്തെ ആ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ആ റിസോർട്ടിൽ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും അതാണ് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് തോന്നിപ്പോവായിരുന്നു. അങ്ങനെയായിരുന്നു അവിടുത്തെ ഓരോ എക്സ്പീരിയൻസുകളും. ആ വ്യൂ ടവറിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. മലകളും തേയിലത്തോട്ടങ്ങളും ഒക്കെ അത്ര ഭംഗിയിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അങ്ങനെ വ്യൂ ടവറിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ റൂമിൽ പോയി കുറച്ച് നേരം റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. ഒരു 7:30 ആയപ്പോഴേക്കും ഒരു ക്യാമ്പ് ഫയർ റെഡിയായെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോയി. ക്യാമ്പ് ഫയറിൻ്റെ സൈറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ഈ പാറക്കല്ലുകളൊക്കെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇരിക്കാനൊക്കെ പാകത്തിനാക്കിയിട്ട്. അങ്ങനെയായിരുന്നു അത് അറേഞ്ച് ചെയ്തിരുന്നത്. അതിൻ്റെ നടുവിലായിട്ടായിരുന്നു ഇതുപോലെ തീ കൂട്ടിയിരുന്നത്. ക്യാമ്പ് ഫയറിനോടൊപ്പം ഒരു ബാർബിക്യൂം സെർവ് ചെയ്തിരുന്നു. പാട്ടും ഡാൻസും മേളവും ഒക്കെ ആയിട്ട് സമയം പോയത് നമ്മൾ അറിഞ്ഞതേയില്ല. ക്യാമ്പ് ഫയറിന് ശേഷം നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ പോയി. അടിപൊളി ഫുഡായിരുന്നു. ഫ്രൈഡ് റൈസും പോർക്കും ചിക്കനും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ഒരു 10:30 ആയപ്പോഴേക്കും നമ്മൾ റൂമിലെത്തി. അവിടെ ചെന്ന് പാട്ടും ഡാൻസും കഥകളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ എപ്പോഴാണ് ഉറങ്ങിയെന്ന് പോലും ഞങ്ങൾക്കറിയൂല. രാവിലത്തെ കാഴ്ചകൾ കാണാനായിട്ട് അത് രാവിലെ തന്നെ എഴുന്നേറ്റിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു. ആ തണുപ്പിലും പക്ഷെ അവിടുത്തെ കാഴ്ചകളൊക്കെ നന്നായിട്ട് ആസ്വദിക്കുക തന്നെ ചെയ്തു.
ഇത് അവിടുത്തെ ഒരു വില്ലയുടെ ടെറസിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഹസ്ബൻഡും ഫ്രണ്ട്സും ഒക്കെ പൂളിലെ തണുപ്പ് ഒന്നും കൂടെ രാവിലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് അവരുടെ ഡൈനിങ് ഏരിയ. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ്, ഓംലേറ്റ്, ദോശ, സാമ്പാർ, ചട്നി, ഏത്തപ്പഴം പുഴുങ്ങിയത്, ചായ ഒക്കെ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് ഇവിടെ. കുട്ടി മാത്രമല്ല, വലിയവരും നന്നായിട്ട് റൈഡുകളൊക്കെ ആസ്വദിച്ചു ഇവിടെ. അങ്ങനെ കൂട്ടുകാർ മൊത്തമുള്ള ഈ കൂടിച്ചേരൽ അതിമനോഹരമാക്കി മാറ്റിയ ഹെവൻലി മിസ്റ്റിനോട് നമ്മൾ വിട പറയുകയാണ്. വീണ്ടും ഇവിടെ ഒത്തുചേരുമെന്ന പ്രതീക്ഷയിൽ ഇത് റിസോർട്ടിൻ്റെ പ്രൈവറ്റ് റോഡിലുള്ള തേയിലത്തോട്ടമാണ്.
അപ്പോൾ ഈ റിസോർട്ടിൻ്റെ മനോഹാരിത നിങ്ങളും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.